ഹായ് ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് ഒരു ചിക്കൻ സോസേജ് റോസ്റ്റാണ്. 10 സോസേജാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസായി കട്ട് ചെയ്ത് മാരിനേറ്റ് ചെയ്യണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് മിക്സ് ചെയ്ത് 10 മിനിറ്റ് വയ്ക്കുക. സോസേജിൽ ഉപ്പുള്ളതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിൽ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. പാനിലേക്ക് 3 ടീസ്പൂൺ എണ്ണയൊഴിച്ച് ചൂടാകുമ്പോൾ കുറച്ച് കടുകും 2 വറ്റൽമുളകും ചേർത്ത് ഇതിലേക്ക് 6 അല്ലി വെളുത്തുള്ളിയും 1/4 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അരിഞ്ഞതും 4 പച്ചമുളകും ചേർത്ത് ഇളക്കുക. ഇതിലേക്ക് 2 സവാള അരിഞ്ഞത് ചേർക്കുക. സവാള ചെറിയ ബ്രൗൺ നിറമാകുമ്പോൾ 1 തണ്ട് കറിവേപ്പിലയും 1 തക്കാളി സ്ലൈസ് ചെയ്തതും ചേർത്ത് നന്നായി വഴറ്റുക. ഇപ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാവുന്നതാണ്. വഴറ്റിയ സവോളയിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. പൊടികളുടെ ഒരു പച്ചമണം മാറുമ്പോൾ 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇത് അടച്ചു വെച്ച് 8 മുതൽ 10 മിനിറ്റ് വരെ വേവിക്കുക. ഇടയ്ക്ക് ഇത് തുറന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ നമുക്ക് സ്വാദിഷ്ടമായ ചിക്കൻ സോസേജ് റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഈസിയായി ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണിത്.